അതായത് നമ്മൾ വേറൊന്നും എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന ഡേറ്റ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലത് വാങ്ങിക്കാനുള്ള ഒരു ഇത് എനിക്കറിയാം. കാരണം ഞാൻ ഫാമിൽ നിന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടതുകൊണ്ട് നല്ലത് സോഴ്സ് ചെയ്ത് അതിനെ കോൾഡ് സ്റ്റോറിൽ വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് വഴി നമുക്ക് എന്ത് ചെയ്തു, വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പറ്റി, നല്ല കസ്റ്റമേഴ്സ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ഫാമിൽ നിന്ന് അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കോൾഡ് സ്റ്റോറേജിൽ വച്ച് കഴിഞ്ഞാലാണ് അത് ലോങ് ടൈം അതിൻ്റെ ആ ന്യൂട്രിയൻ്റ് എഫിഷ്യൻസി അതിൻ്റെ ഉള്ളിൽ. അതായത് ദിവസം കഴിയുന്തോറും അതിൻ്റെ ആ ഒരു ന്യൂട്രീഷണൽ വാല്യൂസ് കുറഞ്ഞു ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഗൂഗിളിലോ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും, സ്റ്റഡീസ് ഉള്ളതാണ്, കുറഞ്ഞു വരും. അപ്പോൾ കോൾഡ് സ്റ്റോറേജിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഷെൽഫ് ലൈഫും കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ വാല്യൂസ് റീറ്റെയിൻ ചെയ്യിക്കാനും പറ്റും. ഇവിടെ കിട്ടുന്ന പല സ്ഥലങ്ങളിലും കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫുകളിൽ ഇരുന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് തന്നെ വീണ്ടും വാങ്ങിക്കാനുള്ള ഒരൊറ്റ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ്നെസ്സാണ്. അതായത് നമ്മൾ വേറൊന്നും എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന ഡേറ്റ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലത് വാങ്ങിക്കാനുള്ള ഒരു ഇത് എനിക്കറിയാം. കാരണം ഞാൻ ഫാമിൽ നിന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടതുകൊണ്ട് നല്ലത് സോഴ്സ് ചെയ്ത് അതിനെ കോൾഡ് സ്റ്റോറിൽ വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് വഴി നമുക്ക് എന്ത് ചെയ്തു, വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പറ്റി, നല്ല കസ്റ്റമേഴ്സിന്. UAE GCC ഒന്നും വാങ്ങില്ലെങ്കിലും നമ്മുടെ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് മാർക്കറ്റും കൂടി ഇതിൻ്റെ ഒരു വലിയ റൈറ്റ് മാർക്കറ്റും അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ ആ സർവീസിലോ ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ഈസ് ഓൾവേസ് സെക്കൻഡറി. അത് വരും, അത് 100% പ്രോഫിറ്റ് നമുക്ക് വരും. നല്ല പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി സർവീസും കസ്റ്റമർ സർവീസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഞാനത് പ്രൂവ് ചെയ്താണ്. ഇത് എൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്, വേറെ ആരുടെ ഉദാഹരണമല്ല, എനിക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ നിങ്ങളെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പിനാക്കിൾ സ്റ്റാമ്പ്സ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 9 വർഷമായിട്ട് ഓൺലൈൻ തന്നെയാണ് നമുക്ക് എൻക്വയറീസ് വരുന്നതും. ഒരു സെയിൽസ്മാൻ പോലും ഇല്ലാതെ എൻ്റെ വീഡിയോസ് മാത്രമാണ് ഇതിൻ്റെ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും ആ ട്രഡീഷണൽ വഴിയത്തൂടെ കൂടെ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇതിനെ എങ്ങനെ ഒന്നും കൂടി, കാരണം നമ്മുടെ വളരെ യുണീക്ക് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 10 times മാർക്കറ്റ് നമുക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനെ പെനിട്രേറ്റ് ചെയ്യാനോ സ്കെയിലപ്പ് ചെയ്യാനോ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ നേരത്തെ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ അതേ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ആളുകൾക്ക് എൻ്റെയും കൂടി ഒരു പിന്നെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉദാഹരണമാക്കിയിട്ട് ഇതെങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ളത് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഉറപ്പായിട്ടും. അതായത് ഞാൻ ബഷീർഖാനെ കണ്ടത് മുതൽ എനിക്കറിയാം. കണ്ടതിന് ശേഷമാണ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടത്. അതിന് ശേഷം വീഡിയോസ് കണ്ടത്. അപ്പം അന്ന് ബഷീർ എൻ്റെ അടുത്ത് നേരിട്ടാണ് പറഞ്ഞത്, ഞാൻ ഇന്ന പരിപാടിയാണ് ചെയ്യുന്നത്, എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ സ്റ്റാമ്പ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനോ അല്ലെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഒരു വലിയ ക്വാണ്ടിറ്റി പ്രിന്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പാക്കേജിങ്ങിലായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ പ്രിന്റ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്. അതൊരു വൺ ഓഫ് ദ പ്രോഡക്റ്റ് ആണല്ലോ അല്ലേ? അതെ, വൺ ഓഫ് ദ പ്രോഡക്റ്റ്. അതെ. അപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇമ്മീഡിയറ്റ്ലി ഞാനൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് അടുത്ത് വന്ന് ഞാനത് വാങ്ങിച്ചു, കസ്റ്റമറായി.